ഇതാ ദൈവമക്കളെ, കൃപാവസ്ത്രം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആദമിന് ഹവ്വയ്ക്ക് മനസ്സിലായി, ഞങ്ങൾക്കിനിപ്പം ജീവിക്കാൻ പറ്റത്തില്ല, ബന്ധം ശരിയായില്ല. അവർ കാണിച്ച ഒരു പൊട്ടത്തരം മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ടാകുന്നതാണ് കലഹം. പിന്നെ താൽക്കാലിക മേഖലയിൽ ഇത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. തങ്ങളുടെ ഈ ദയനീയ അവസ്ഥ അവർ തന്നെ ഒന്ന് കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അവരെന്ത് ചെയ്യുന്നറിയോ? അത്തിമരത്തിൻ്റെ കുറേ ഇലയൊക്കെ പറിച്ചിട്ട് മറയ്ക്കാൻ പറ്റുന്നൊക്കെ മറച്ചു നോക്കി. ഒന്ന് ആലോചിച്ച് നോക്കി, സൂര്യൻ്റെ ചൂട് വെക്കുമ്പോൾ ഇല വാടിപ്പോകും. നമ്മളുണ്ടാക്കുന്ന ഈ താൽക്കാലിക അഡ്ജസ്റ്റ്മെൻറ്റ് അത് കുറച്ച് നേരത്തേക്കുള്ളൂ. അതുകൊണ്ട് കുടുംബജീവിതത്തെക്കുറിച്ചൊരു കാര്യം മനസ്സിലാക്കണം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും, എൻ്റെ അച്ഛൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുടുംബജീവിതം ഒരു അഡ്ജസ്റ്റ്മെൻറ്റേ അല്ല. നമുക്ക് എവിടെ നിന്ന് ഒരു വാക്ക് കിട്ടി? അഡ്ജസ്റ്റ്മെൻറ്റ്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. മക്കളുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. രണ്ടുപേരുടെയും അക്കൗണ്ട് ജോയിൻ്റ് അക്കൗണ്ട് അന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. എന്താ അഡ്ജസ്റ്റ്മെൻറ്റ്? അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ബുദ്ധിമുട്ടൊന്ന് ചിന്തിച്ച് നോക്കി. ഇത് ഈ പള്ളി നിറച്ച ആളുകൾ ഇരുന്ന് ധ്യാനിക്കുകയാണ്. ഒരാളും കൂടെ വന്നു, കസേര ഇല്ലെന്ന് കൂട്ടുക. അപ്പോൾ ഇതാ ഈ ആൻറ്റിയുടെ അടുത്തേക്ക് ഒരു ആൻറ്റിയും കൂടെ വന്നിട്ട് പറഞ്ഞു, എന്നെയും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ കസേരയിലിരുത്ത്. ആ ആൻറ്റി തന്നെ ശരിക്കും ആ കസേരയിൽ ഒതുങ്ങുന്നില്ല. അപ്പോഴാണ് പറഞ്ഞത്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. രണ്ട് ആൻറ്റിമാർ ഒരു കസേരയിലിരുന്നു. അഡ്ജസ്റ്റ്മെൻറ്റ്. എൻ്റെ പ്രസംഗവും ഇതിങ്ങനെ കുറേ നേരം കേൾക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ചിലർക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഇത് 1-2 മണിക്കൂർ ഇങ്ങനെ നടക്കുകയാണെങ്കിലോ എത്ര നേരം ഈ ഇരിപ്പിരിക്കും? കുറച്ച് നേരം ശ്വാസം കിട്ടാൻ പറ്റുന്ന സമയത്ത് ഒരാൻറ്റി മറ്റേ ആൻറ്റിക്ക് ഒറ്റ തട്ട് കിട്ടും. ഇതേ കിടക്കും അതവിടെ. രണ്ടുപേരും നടുവേദന ഉള്ളതാണെങ്കിൽ പറയുകയും ചെയ്യേണ്ട. ഒരു കസേരയിൽ എന്തോരം നേരം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? ഇങ്ങനെയാണ് പലരും വീർപ്പ് മുട്ടി അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. എന്താണ് അണ്ടർസ്റ്റാൻഡിങ്? രണ്ട് ആൻറ്റിമാർ നിൽക്കുമ്പോൾ ഒരു ആൻറ്റി പറഞ്ഞു, എനിക്ക് നടുവേദനയാണ്. മറ്റേ ആൻറ്റി പറഞ്ഞു, എനിക്കും നടുവേദനയാണ്. നിലത്തിരിക്കാൻ പറ്റുമോ? ഈ നിലത്തിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ആൻറ്റി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാനൊരു കുറച്ച് നേരം കസേരയിലിരിക്കാം. സഹോദരി കാർപ്പറ്റിലിരിക്കുക. ഒരു 20 മിനിറ്റ് അങ്ങനെ ഇരുന്നു. 20 മിനിറ്റ് ആയപ്പോൾ ആ ആൻറ്റി പറഞ്ഞു, ഇനി കുറച്ച് നേരം ഇങ്ങനെ കസേരയിലിരിക്കുക, ഞാൻ താഴെ ഇരിക്കാം. വല്ല ക്ഷീണം തോന്നുമോ? ചെറിയൊരു സഹനം. ഒരു സഹനത്തിൽ എന്ത് സംഭവിക്കും? മനസ്സിലായില്ല? കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ ബലിയാണ്, ഒരു സഹനമാണ്. ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദമും ഹവ്വയും അത്തിയിലകൾ കൊണ്ട് ഇതിനെ മൂടിയപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ അടുത്തേക്ക് പോലും നിൽക്കാൻ പറ്റില്ല. അവരവരുടെ ബലഹീനതകൾ പറഞ്ഞു. ആദം പറഞ്ഞു, ഈ പുള്ളിക്കാരത്തി കാരണം എൻ്റെ അസ്ഥി മാംസം എന്നൊക്കെ പറഞ്ഞത്, നീ എനിക്ക് തന്ന ഈ പെണ്ണ് കാരണം എൻ്റെ ജീവിതം തകർത്ത്. ഹവ്വ പാമ്പിനെ കുറ്റപ്പെടുത്തി. ആകെ കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും വഴക്കുമായി കുടുംബജീവിതത്തിൽ. ദൈവം ഒരു കാര്യം ചെയ്തു, ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോല് കൊണ്ട് അവരെ വസ്ത്രം ധരിപ്പിച്ചു. മനസ്സിലായോ? ഒരു സഹനം അതിൻ്റെ ഉള്ളിലുണ്ടായി. ആ ബന്ധം പിന്നെ ശരിയാകുന്നത് ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോല് കൊണ്ട് വസ്ത്രം ധരിപ്പിച്ചപ്പോഴാണ്. ഒരു സഹനം. എൻ്റെ അർത്ഥം എന്തെന്നറിയോ? കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ വന്നാൽ ഒരു സഹനം സ്വയം സ്വീകരിക്കാൻ തയ്യാറാകണം. തൂത്തുകുട്ടി ധ്യാനങ്ങളിൽ ഒരു കുടുംബമുണ്ട്. ആ സഹോദരി ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചൊരു പെങ്കൊച്ച്. അവിടെ ധ്യാനം കൂടിയിട്ടുള്ളവരെല്ലാം അവളുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ടാവും. നല്ല മിടുക്കിയായിട്ട് അവൾ ജീവിക്കായിരുന്നു. അപ്പോൾ അവൾക്ക് കല്യാണം, നല്ല സാമ്പത്തികമുള്ള നല്ലൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചയച്ചു. അത് ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, അബദ്ധം പറ്റി. വന്നു കയറിയ വീട് ശരിയായ വീടല്ല. മുക്കുടിയനായ ഭർത്താവ്, എല്ലാവിധ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്. അത്ര നല്ലതല്ല ജീവിതം. വന്നു അബദ്ധം പറ്റിയെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അന്ന് തുടങ്ങി പ്രാർത്ഥന. എന്തിനാ പ്രാർത്ഥന തുടങ്ങിയെന്നറിയോ? ഭർത്താവിന് കൃപാവസ്ത്രം കിട്ടണമേ, ഭർത്താവ് ഒന്ന് മാനസാന്തരപ്പെടണമേ, ഭർത്താവ് ഒന്ന് നന്നാകണമേ. 8 ധ്യാനം കൂടി എന്നാണ് പുള്ളിക്കാരത്തെ വിളിച്ച് പറഞ്ഞത്. എത്ര ധ്യാന? 8 ധ്യാനം കൂടി. എന്തിനു വേണ്ടിയെന്നറിയോ? ഭർത്താവ് ഒന്ന് മാനസാന്തരപ്പെടാൻ 8 ധ്യാനം കൂടി. എന്താ സംഭവിച്ചെന്നറിയോ? ഓരോ ധ്യാനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഭർത്താവ് ആദ്യത്തേതിനേക്കാൾ കഷ്ടമാണ്. പിന്നീട് അവളൊരു ധ്യാനത്തിന് പോയി. ഇതാ ആ ധ്യാനത്തിൽ ദൈവം അവളോട് സംസാരിച്ചിട്ട് പറഞ്ഞു, നീയാണ് മാനസാന്തരപ്പെടേണ്ടത്. അവൾ ദൈവത്തോട് ചോദിച്ചു, ഞാൻ കള്ളു കുടിക്കാറില്ല, ഞാൻ മയക്കുമരുന്ന് ഒന്നും ഉപയോഗിക്കാറില്ല, ഞാനെന്ത് മാനസാന്തരം സ്വീകരിക്കേണ്ടത്? ഇതാ മദ്യപാനിയും പാപത്തിൽ ജീവിക്കുന്നവനുമായി ഭർത്താവിനെ സ്നേഹിച്ച് ദൈവരാജ്യ അനുഭവത്തിലേക്ക് നീ കൊണ്ടുവരിക. അവൾ ഏങ്ങലടിച്ച് കരഞ്ഞു. അവൾ ദൈവത്തോട് ഒരു കാര്യം ചോദിച്ചു, ഈ മദ്യപാനിയെ സ്നേഹിക്കാനുള്ളൊരു കൃപ കിട്ടണമേ. ഈ മദ്യപാനി മദ്യപിച്ച് വരുമ്പോൾ, ലഹരി ഉപയോഗിച്ച് വരുമ്പോൾ അയാൾക്ക് സ്നേഹത്തോടെ നോക്കുവാൻ എൻ്റെ കൃപാവസ്ത്രം എനിക്ക് തരണമേ. അവൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ആ സഹനം സ്വീകരിക്കാനുള്ള കൃപ ദൈവമൊക്കെ കൊടുത്തു. അവൾ തിരിച്ച് വീട്ടിൽ ചെന്നു. ഭർത്താവ് ഇതുപോലെ തന്നെ. 2-3 ദിവസം ഇപ്പോൾ ഭർത്താവിന് തോന്നി വീട്ടിലെന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നും കുടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവൾ മുഖം വീർപ്പിച്ചിരിക്കുക, വഴക്കുണ്ടാക്കുക. ഇപ്പോഴങ്ങനെയില്ല. ഇവൾ വലിയ സ്നേഹത്തിലാണ്. ഛർദ്ദിച്ച് വന്നാൽ കോരിയെടുത്ത് മാറ്റുക,
ഇയാളെ പിടിച്ച് കട്ടിലേക്ക് കയറ്റി കിടത്തുക. ഒരു പാതിരാത്രിക്ക് ഇയാൾ പതുക്കെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. ഇവൾ മുഴങ്കാലം മടക്കി പ്രാർത്ഥിക്കുകയാണ്. അയാൾ ചോദിച്ചു, എന്തേ? ഇല്ല, ഞാൻ പ്രാർത്ഥിക്കുക. നീ എന്തിനാ ഈ പ്രാർത്ഥിക്കുന്നത്? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഇവിടെ. നിങ്ങൾ മദ്യപിച്ച് വരുമ്പോൾ ദേഷ്യം തോന്നി നിങ്ങളോട് കോപിക്കാതിരിപ്പാൻ, പെറുപെറുക്കാതിരിപ്പാൻ, നിങ്ങളെ സ്നേഹിപ്പാനുള്ള ശക്തി കിട്ടാൻ ഞാൻ എൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുകയാണ്. 2-3 ദിവസം ഈ പ്രാർത്ഥന തുടങ്ങി. പുള്ളിക്കാരൻ പറഞ്ഞു, ഞാനും കൂടെ പ്രാർത്ഥിക്കട്ടെ. പുള്ളിയും പ്രാർത്ഥന തുടങ്ങി. തൂത്തുട്ടി ധ്യാനകേന്ദ്രത്തിൽ നിങ്ങൾ വരണം. ആ ഭാര്യയും ഭർത്താവും, മുഴുവൻ സമയം ശുശ്രൂഷക്കാരനായ ഭർത്താവ് ഇപ്പോൾ തൂത്തുട്ടി ധ്യാനകേന്ദ്രത്തിൽ തിരുമേനയുടെ കൂടെ. ആ സഹോദരി എല്ലാ ധ്യാനത്തിനും ഓടി വന്ന് കൗൺസിലിങ്ങിന് നിൽക്കും. എപ്പോഴാണെന്നറിയോ? അവൾ നഷ്ടപ്പെട്ടു പോയ അവളുടെ കൃപാവസ്ത്രം കർത്താവിൽ നിന്ന് ചോദിച്ചു വാങ്ങി. വല്ലതും മനസ്സിലായോ? ഒരു ഹാലേലിയ പറ മനസ്സിലായെങ്കിൽ. അതിൻ്റെ അർത്ഥം എന്തറിയോ? നിൻ്റെ കുറ്റപ്പെടുത്തലും നിൻ്റെ പെറുവെറുപ്പും നിൻ്റെ വാക്കുകൊണ്ടൊന്നും ആരും ഇവിടെ മാനസാന്തരപ്പെടാൻ പോകുന്നില്ല. നിൻ്റെ ഒരു പെരുമാറ്റം, എൻ്റെ നഷ്ടപ്പെട്ടു പോയ കൃപാവസ്ത്രം തരണമേ. വലിയ മാറ്റം വന്ന കുടുംബത്തിൽ. ദൈവമക്കളെ ഓർക്കണം, ദൈവം ഒരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലെടുത്തു. ഒരു നഷ്ടം, ഒരു സഹനം. ഈ ധ്യാനത്തിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്നറിയോ? ചില സഹനം സ്വീകരിക്കാൻ ദൈവം നിനക്ക് തന്നതാണ് ചില ബന്ധങ്ങളിലെ ഇടർച്ച. ഉടനെ വക്കീലിൻ്റെ അടുത്തേക്കല്ല ഓടേണ്ടത് ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് പിടിച്ചുകൊണ്ട്. ഇതൊന്ന് വാങ്ങിത്തരാവോ, ഇതിനെ ഒന്ന് മാറ്റിത്തരാവോ? അല്ല, ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അപ്പം നമ്മുടെ 1ാമത്തെ സെക്ഷൻ ഇവിടെ സമാപിച്ചു. ഇതാ, ദൈവം മനുഷ്യന് കൃപാവസ്ത്രത്തിൽ തന്ന ബന്ധമാണ് കുടുംബം. കൃപാവസ്ത്രം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആദമിൻ്റെ ഹവ്വയുടെയും കുടുംബജീവിതം തകർന്നുപോയി. മനസ്സിലായോ? ഇനി ഇതാ, ആദ്യ മാതാപിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത കൃപാജീവിതം നഷ്ടപ്പെട്ടു എങ്കിലും ഇതാ, ആ പാപാനുഭവത്തിൽ നിന്നുകൊണ്ട് അവർ ജീവിതം തുടർന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർക്ക് മക്കളുണ്ടായി. ആ മക്കളിലും ഈ പാപത്തിൻ്റെ പരിണിത ഫലങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. കൃപാവസ്ത്രം നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിൽ ജനിച്ച മക്കൾ വെറുപ്പും വിദ്വേഷം വെച്ച് ജീവിക്കാൻ തുടങ്ങി. കായൻ ഹാബേലിനെ കൊന്നു. പിന്നീട് തലമുറകൾ ഉണ്ടാകാൻ തുടങ്ങി. ഇനി ബൈബിളിലേക്കൊന്ന് ശ്രദ്ധിച്ചേ. ഇതാ, ഈ ബൈബിൾ നമ്മൾ നോക്കുമ്പോൾ പിന്നീട് അനേക കുടുംബങ്ങളുടെ ചരിത്രങ്ങൾ ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കാൻ തുടങ്ങി. ഇതാ, പ്രളയത്തെ അതിജീവിച്ച ഒരു വിശുദ്ധ കുടുംബമുണ്ട്, നോഹയുടെ കുടുംബം. ഭാര്യയും ഭർത്താവും ഒന്നിച്ചു നിന്നു, മക്കൾ കൂടെ നിന്നു, ദൈവത്തെ ആരാധിച്ചു, പ്രാർത്ഥിച്ചു, വലിയ സമർപ്പണത്തിൽ ജീവിച്ചു. ആ പ്രളയത്തെ കുടുംബം അതിജീവിച്ചു. പക്ഷേ നമുക്ക് നോഹയുടെ കുടുംബത്തെ മാതൃകയാക്കാൻ പറ്റുമോ? വേണ്ടൂല. നോഹയുടെ കുടുംബത്തിലേക്ക് നോക്കി, ഈ കുടുംബം ഒരു മാതൃകാ കുടുംബമാണ്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നോഹ കള്ളുകുടിച്ച് വീണ് കിടന്നു, ഒരു മകൻ വന്ന് കണ്ടു, ഒരുത്തൻ ശാപം, മദ്യപാനം എല്ലാം കൂടെ വന്ന് തകർന്ന ഒരു കുടുംബാനുഭവം കൂടെ അതിൻ്റെ പുറകിലുണ്ട്. മാതൃകയാക്കാൻ പറ്റുമോ? ഒന്ന് പറ. ഇല്ല. ഇതാ, വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു അനുഗ്രഹ ജീവിതം, അബ്രഹാമിൻ്റെ ജീവിതം. അബ്രഹാം, സാറ വിശ്വാസികളുടെ പിതാവെന്നാണ് അബ്രഹാമിനെ വിളിക്കുന്നത്. വലിയ ദൈവാനുഭവമുള്ള മനുഷ്യൻ. നമുക്ക് അബ്രഹാമിൻ്റെ കുടുംബജീവിതം എടുത്തിട്ട് മാതൃകാ കുടുംബജീവിതം പറയാൻ പറ്റുമോ? ഇതാ, മിസ്രൈമിൽ പോയപ്പോൾ ഹാഗാർ എന്ന് പറയുന്ന ഒരു മിസ്രൈമി ദാസി വന്നു. സാറായുമായിട്ട് എന്നും അടിയും വഴക്കും, ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും പല സമയങ്ങളില്ല. നമുക്ക് മാതൃകയാക്കാൻ പറ്റുമോ? 3ാമത് ഒരാൾ കയറി വരികയാണ്. ആവശ്യമില്ലാത്ത ചില ബന്ധങ്ങൾ കുടുംബത്തിൻ്റെ അകത്തേക്ക് മാതൃകയാക്കാൻ പറ്റുന്നുണ്ടോ? ഇതാ, ഇസഹാക്കിൻ്റെ ജീവിതം. ഇസഹാക്കിൻ്റെ കുടുംബജീവിതം ആരംഭിച്ചു. 2 മക്കളുണ്ടായി. അപ്പൻ ഒരാളെ സ്നേഹിക്കുന്നു, അമ്മ വേറൊരാളെ സ്നേഹിക്കുന്നു. മക്കൾ തമ്മിൽ ചതിയും വഞ്ചനയും. മാതൃകയാക്കാൻ പറ്റുമോ? യാക്കോബിൻ്റെ കുടുംബജീവിതം മാതൃകയാക്കാൻ പറ്റുമോ? ഇതാ, ശ്രേഷ്ഠനാണ് ദാവീദ് രാജാവ്, വലിയ അഭിഷേകമുള്ള മനുഷ്യനാണ്. അവൻ്റെ കുടുംബജീവിതത്തിലേക്ക് നോക്കി, ദാവീദിൻ്റെ കുടുംബം മാതൃകയാക്കാൻ പറ്റുമോ? മക്കൾ തമ്മിൽ വലിയ സംഘടനമാണ്, അനേക പാപം സംഭവിക്കുകയാണ്, വ്യഭിചാര മേഖലകളാണ്. ദൈവം പറയുകയാണ്, ഇത്രയും സുന്ദരനായ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, സലോമോൻ. ഇത്രയും ജ്ഞാനമുള്ളൊരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല, സലോമോൻ. ജ്ഞാനികളിൽ ജ്ഞാനിയായ സലോമോൻ. അയാളുടെ കുടുംബജീവിതം നമുക്ക് മാതൃകയാക്കാൻ പറ്റുമോ? എന്തെങ്കിലും ഒന്ന് പറ. സലോമോൻ്റെ കുടുംബജീവിതം നോക്കി, ഇത് നല്ല കുടുംബജീവിതം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആകെ പ്രതിസന്ധിയാണ്. ഈ ബൈബിൾ നിങ്ങൾ ഇനി ഒന്ന് പരിശോധിച്ച് നോക്കൂ. ആദ്യത്തെ മനുഷ്യൻ്റെ കുടുംബജീവിതത്തിലെ കൃപാവസ്ത്രം നഷ്ടപ്പെട്ടതിന് ശേഷം അതിൽ നിന്ന് രൂപം കൊണ്ട ഒരു കുടുംബത്തെ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു മാതൃകാ കുടുംബമെന്ന്. പിന്നെ ഒരു മാതൃകാ കുടുംബം ഉണ്ടായില്ല. വേര് വിശുദ്ധമെങ്കിൽ ശാഖകളും, ധാന്യമാവിൽ ആദ്യമെടുത്ത പിണ്ടം വിശുദ്ധമെങ്കിൽ ധാന്യം മുഴുവൻ. ഇരുന്ന് ഓർക്കണം, എങ്ങനെയാണ് നമുക്ക് കുടുംബജീവിതം കിട്ടിയത്? വിവാഹ കൂദാശ സ്വീകരിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേറൊരു കൂദാശ തന്നു. ഏതാ അതിൻ്റെ പേര്?
ഒന്ന് ഉറക്കെ പറ. കുമ്പസാരം. കുമ്പസാരിക്കാതെ ആർക്കെങ്കിലും ഇവിടെ വിവാഹ കൂദാശ തന്നിട്ടുണ്ടോ സഭ? ഇല്ല. എന്താ കുമ്പസാരം എന്ന് പറഞ്ഞാൽ? വിശുദ്ധീകരിക്കപ്പെടുന്ന കൂദാശ. ഒരു വിശുദ്ധനായ ക്രിസ്ത്യാനിക്കും ഒരു വിശുദ്ധയായ ക്രിസ്ത്യാനിക്കും മാത്രമേ വിവാഹം എന്ന് പറയുന്ന ഒരു വിശുദ്ധ കൂദാശ സ്വീകരിക്കാൻ യോഗ്യതയുള്ളൂ. നിങ്ങൾ കള്ളക്കുമ്പസാരം നടത്തിയതിന് സഭ കുഴപ്പക്കാരാണോ? സത്യകുമ്പസാരം നടത്തിയൊരു കുടുംബജീവിതം ആരംഭിച്ചാൽ അതിൻ്റെ മേൽ ദൈവിക ആശീർവാദമുണ്ട്. നമ്മൾ വന്നിട്ട് കള്ളക്കുമ്പസാരം നടത്തി കർത്താവിനൊരു പ്രാധാന്യം വിലയില്ലാതെ കുടുംബജീവിതം തുടങ്ങി. എന്നിട്ട് പൊളിഞ്ഞു കഴിഞ്ഞിട്ട് കർത്താവിനോട് പറയുക, ഇതായിരുന്നോ എനിക്ക് വേണ്ടി ഒരുക്കിയ സാധനം? സഹോദരങ്ങളെ, ഇത് വിശുദ്ധർക്ക് ദാനമായി കൊടുക്കുന്നതാണ്. അതുകൊണ്ടാണ് വിവാഹ കൂദാശയെ വിശുദ്ധ വിവാഹം എന്നാണ് പറയുന്നത്. എന്തുവാ? ഇത് വിശുദ്ധമാണ്. ഇതെല്ലാവർക്കും കൈകാര്യം ചെയ്യാനുള്ളതല്ല. നാട്ടിൽ പലരും കല്യാണം കഴിക്കുന്നുണ്ട്. പക്ഷെ ക്രിസ്ത്യാനി നാട്ടുകാരുടെ കല്യാണം നോക്കിയിട്ടല്ല അവൻ്റെ ജീവിതം ക്രമീകരിക്കുക. ഇവൻ ക്രിസ്തുവിനെ നോക്കി അവൻ്റെ കുടുംബജീവിതം ക്രമീകരിക്കണം. നമുക്കറിയാം, ഇന്ന് നാട്ടുകാരെ നോക്കിയിട്ടാണ് നമ്മൾ പലതും. നാട്ടുകാരെന്താ അഭിപ്രായം പറയണം, എത്ര സ്വർണം വേണം, എത്ര രൂപയുടെ സദ്യ വേണം, എത്ര കാര്യങ്ങൾ ക്രമീകരിക്കണം, എത്ര ഗാനമേള വേണം. നാട്ടുകാരെ കൊണ്ടല്ല പറയിപ്പിക്കേണ്ടത്. സ്വർഗം നിൻ്റെ കുടുംബത്തെ നോക്കി എന്ത് പറയണം, അത് പറയാനുള്ളൊരു ബലം നമുക്ക് ഉണ്ടാക്കണം. ആ ബലം ഇല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ ബാക്കിയൊന്നും നാട്ടുകാർക്കൊന്നും ചെയ്തു തരാൻ പറ്റത്തില്ല, ദൈവത്തിനെ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞതാണ്, ഇതാ പിന്നീട് ഒരു കുടുംബം പോലും നമുക്ക് മാതൃകയാക്കാൻ കാണുന്നില്ല. പഴയ നിയമത്തിൽ ഏതെങ്കിലും ഒരു കുടുംബം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? ഇത് മാതൃകയാക്കാൻ പറ്റിയ കുടുംബം ഇല്ല. അപ്പോഴിതാ ഈ ഭൂമിയിൽ കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തിനുണ്ടായ ചോർച്ച കണ്ട് ദൈവം ഈ ഭൂമിയെ രക്ഷിക്കാൻ വീണ്ടും കടന്നു വന്നു. തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ഒരു കുടുംബത്തിലേക്ക് അത്രേ. എങ്ങോട്ടാ? ഒന്ന് ഉറക്കെ പറ. ഒരു ഭവനത്തിലേക്ക് അത്ര അയച്ചത്. വേണമെങ്കിൽ യേശുക്രിസ്തുവിനെ ഒരു അവതാര പുരുഷനെ പോലെ അയച്ച പോരായിരുന്നോ? ഇല്ല, അവനെ അയച്ചത് ഒരു കുടുംബത്തിലേക്ക് അത്രേ. അപ്പൊ ക്രിസ്തു കടന്നു വരാൻ ദൈവം ഒരു കുടുംബം ക്രമീകരിച്ചു. ഇതാ യേശു ക്രിസ്തു കടന്നു വരാൻ പിതാവായ ദൈവം ഇവിടെ ഒരു കുടുംബം എന്ന് പറയുന്ന സംവിധാനം വീണ്ടും രൂപീകരിച്ചു. ആ കുടുംബത്തിൻ്റെ പേരാണ് തിരുക്കുടുംബം. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യത്തെ കുടുംബത്തിന് ഏത് വസ്ത്രം നഷ്ടപ്പെട്ടു പോയെന്ന് അച്ഛൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? കൃപാവസ്ത്രം. ഇനി പുതിയ കുടുംബത്തെ തിരഞ്ഞെടുക്കുന്നത് ശ്രദ്ധിച്ചു എങ്ങനെയാണെന്ന്. ഇതാ ദൈവമായ കർത്താവ് തിരുകുടുംബത്തെ സൃഷ്ടിക്കുമ്പോൾ ആദ്യം അതിലൊരു അമ്മയെ സെലക്ട് ചെയ്തു. ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇതിലെ കുടുംബത്തിൽ അമ്മയുടെ റോൾ എടുക്കണം. നസ്രത്തിലെ ഒരു ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന കന്യകയുടെ അടുക്കലേക്ക് ദൂതൻ വന്നിട്ട് വിളിച്ചു പറഞ്ഞു, നിനക്ക് സമാധാനം. ആർക്ക്? ഉറക്കെ പറ. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. ഏത് നിറഞ്ഞവള്? കൃപാവസ്ത്രം നഷ്ടപ്പെടാത്തവള്. കണ്ടോ? കൃപ നിറഞ്ഞവളെ നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. അപ്പം ആദ്യം പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? കൃപാവസ്ത്രം നഷ്ടപ്പെട്ടു പോയ ഒരു കുടുംബം തിരുകുടുംബാവില്ല. മറിയത്തെ നോക്കിയിട്ട് ദൈവം വിളിച്ചു പറഞ്ഞു, നിന്റെ കൃപ നഷ്ടപ്പെടാത്തവളാണ്. കൃപ നിറഞ്ഞിരിക്കുകയാണ്. താഴെ തൊട്ട് മേലെ വരെ കൃപ നിറഞ്ഞിരിക്കുക. ഈ കൃപയുടെ എവിടെയും ചോർച്ച സംഭവിച്ചിട്ടില്ല. നീ ജീവിതത്തിൽ ആ ദൈവീക വിശുദ്ധിയിൽ, ആ ദൈവകൃപയിലാണുള്ളത്. നിനക്ക് ക്ഷമിക്കാൻ പറ്റും, നിനക്ക് സഹിക്കാൻ പറ്റും, നിനക്ക് സ്വീകരിക്കാൻ പറ്റും, നിനക്ക് സ്നേഹിക്കാൻ പറ്റും, ദൈവീക ഫലങ്ങൾ കൈകാര്യം ചെയ്യാൻ നിനക്ക് പറ്റും. കാരണം നിന്റെ ശരീരത്തിൻ്റെ അടി മുതൽ മുടി വരെ കൃപയില്ലാത്തൊരു ഭാഗമില്ല. നിന്റെ വൈകാരിക തലം ദൈവകൃപയുണ്ട്, മാനസിക തലം ദൈവകൃപയുണ്ട്, ശാരീരിക തലം ദൈവകൃപയുണ്ട്, സംസാരം കൃപയുള്ളതാണ്, നോട്ടം കൃപയുള്ളതാണ്, പെരുമാറ്റം കൃപയുള്ളതാണ്. മുഴുവൻ കൃപ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു. കണ്ടോ? ഒരമ്മയെ സെലക്ട് ചെയ്തു, കൃപ നിറഞ്ഞു. ആ വീടിനകത്ത് ഇനി എന്താ ഉണ്ടാകാൻ പോകുന്നതെന്നറിയോ? കൃപ നിറഞ്ഞവളെ നിനക്ക്, ഉറക്കെ പറ, ഇനി ഈ വീടിനുള്ളിൽ സംഭവിക്കാൻ പോകുന്നത് സമാധാനമാണ്. നമ്മുടെ വീട്ടിൽ എന്തില്ല? ഒറ്റെണ്ണം മിണ്ടൂല. സമാധാനമില്ല. സമാധാനം ഉണ്ടെങ്കിൽ ഇത്രയും പേര് ഇതിനകത്ത് വന്നിരിക്കുമോ? ഒറ്റെണ്ണം തന്നെ ഇവിടെ കിട്ടൂല. കൃപ നിറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിനുള്ളിലേക്ക് വരുന്ന രണ്ടാമത്തെ ദൈവിക ദാനമാണ് സമാധാനം. ആ വീട്ടിൽ സമാധാനം. മറിയത്തിൻ്റെ വീടിനകത്ത് ഇനി സമാധാനം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു, അയ്യോ സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഈ സമാധാനം എന്ന് പറഞ്ഞാൽ? സമാധാനം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛ, ഒരാൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് ഇടപെടുകയും ചെയ്യരുത്, അവിടെ പോയി കുനിഞ്ഞു നോക്കരുത്, ഒളിഞ്ഞു നോക്കരുത്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കരുത്, അവനവൻ്റെ സ്വാതന്ത്ര്യത്തിന് മിണ്ടാതെ. പ്രിയപ്പെട്ടവരെ, അതിന് ഏറ്റവും പറ്റിയ സ്ഥലം സെമിത്തേരിയാണ്. അവിടെ ചെന്ന് നോക്കി, ഒരാൾ അപ്പുറത്തോട്ടില്ല, അതിരുമാതലും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ഒന്നുമില്ല. അതാണോ സമാധാന ജീവിതം എന്ന് പറയുന്നത്? ആ ചില വീടുകൾ അങ്ങനെയാണ്, സെമിത്തേരി പോലെയാണ്.
എല്ലാവരും ഉണ്ട്, ആരും ആരോടൊന്നും മിണ്ടോ ഇല്ല, പറയോ ഇല്ല, എന്താ എങ്ങനെയെന്നോട്ട് അറിയത്തുമില്ല. അതല്ല സമാധാനം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കുകയും കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനമെന്ന് പറഞ്ഞ നിമിഷം തന്നെ മറിയത്തിൻ്റെ സമാധാനം മുഴുവൻ പോയി. കാരണം എന്താണ്? അവിവാഹിതയായ കന്യക ഗർഭം ധരിച്ചാൽ അതിനെ എന്നാ ചെയ്യണമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്? കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ്. മറിയത്തിനെ ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോൾ ഒരു ഭർത്താവില്ല. ദൂതൻ പറഞ്ഞു നീ ഗർഭിണിയാകും. മറിയം പറഞ്ഞു കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ സംഭവിക്കട്ടെ. സൽപ്പേര് നഷ്ടപ്പെട്ടു പോകും. മറിയം പറഞ്ഞു ഞാൻ കർത്താവിൻ്റെ ദാസി, സാരമില്ല, ദൈവഗീതം സംഭവിക്കട്ടെ. മറിയത്തിൻ്റെ പിന്നത്തെ ജീവിതം നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിൽ, അത് വിശദീകരിക്കാൻ സമയമില്ല. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കാറുണ്ട്, കരച്ചിൽ വരും. മറിയത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ പിന്നെ മുഴുവൻ നുറുങ്ങിയതും മുറിഞ്ഞതും തകർന്നതും തരിപ്പണമായതുമാണ്. പക്ഷെ അവളുടെ ജീവിതത്തിൽ സമാധാനം മാത്രം കടാൻ ദൈവം സമ്മതിച്ചില്ല. അവളുടെ സൽപ്പേര് നഷ്ടപ്പെട്ടു. അവൾ പ്രസവിച്ച കുഞ്ഞിനെയും കൊണ്ട് അവൾ അനുഭവിക്കാത്ത ബുദ്ധിമുട്ടില്ല. ആ കൊച്ചുണ്ടായതിൻ്റെ പേരിൽ തന്നെ നാട്ടിലെ മറ്റു പിള്ളേരെ കൊന്നു. അവിടുത്തെ അമ്മമാരൊക്കെ മറിയത്തെ നോക്കി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. മറിയം പതറിയില്ല. അത് വളർന്നു കഴിഞ്ഞപ്പോൾ നാട്ടുകാർ വിളിച്ചു പറഞ്ഞു, മറിയം നീ ആറ്റുനോറ്റ് പ്രസവിച്ച കൊച്ചില്ലേ, അവൻ പിശാച് ബാധിതനാണ്, ബേൽസബൂൽ ബാധിതനാണ്. അവളൊന്നും മിണ്ടിയില്ല. അവളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ആ കുഞ്ഞിനെ മാട്ടിറച്ചിയിൽ ഇറച്ചി തൂക്കിയിടുന്നത് പോലെയാണ് അതിന് കാൽവറിയിൽ തൂക്കിയിടാൻ വേണ്ടി കൊണ്ടുപോയത്. എന്ത് സമാധാനമാണ് അമ്മയ്ക്കുണ്ടായത്. പക്ഷെ ബൈബിൾ പറയുകയാണ് പ്രതിസന്ധികളുടെയും കഷ്ടതകളുടെയും നടുവിൽ അവൾ സമാധാനത്തിൻ്റെ നിറവിലായിരുന്നു. കാരണം എന്തെന്നറിയോ? അവളിൽ ദൈവത്തിൻ്റെ അവർക്ക് പറ കൃപ ഉണ്ടായിരുന്നു. ഞാനത് പറഞ്ഞെന്നറിയോ? ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ ശ്രദ്ധിക്കേണ്ടത്, ദൈവം നിങ്ങളെ ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ചേർത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ദൈവം നിങ്ങൾക്കൊരു ദാനം വെച്ചിട്ടുണ്ട്, സമാധാനം. കൃപയിലൂടെ അത് സ്വീകരിക്കുക. ചിലപ്പോൾ രോഗം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാം, സാമ്പത്തിക പ്രതിസന്ധി വരാം, കഷ്ടത വരാം, കണ്ണുനീർ വരാം, തെറ്റിദ്ധാരണ വരാം, സംശയിക്കാം. മറിയം കടന്നു പോകാത്ത ഏത് മേഖലയാണുള്ളത്? ഒരു മേഖലയും മറിയം തകർന്നു പോയില്ല പ്രിയപ്പെട്ടവരെ. അവൾ അതെല്ലാം സമാധാനം അനുഭവിച്ചു. കാരണം അവൾ കൃപാവസ്ത്രത്തിൻ്റെ ഉള്ളിലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. മറിയത്തിൻ്റെ ദൈവം ഒരു ഭർത്താവിനെ കൊടുത്തു. മറിയം ശരീരത്തിൻ്റെ പുറംഭാഗമല്ല നോക്കിയത്. ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ആദ്യം പറഞ്ഞില്ലേ, ആദം ഹവ്വയുടെ പുറംഭാഗമല്ല നോക്കിയത്, മറിയ യൂസഫിൻ്റെ പുറംഭാഗമല്ല നോക്കിയത്. ഇത് ദൈവം എനിക്ക് തന്ന ഒരു ബന്ധമാണ്, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. ഇതിന് നിറമുണ്ടോ, ഇതിന് പണമുണ്ടോ, ഒന്നുമില്ല. മറിയം ചോദിച്ചില്ല യൂസഫിനോട്, വയസ്സാങ്കാലം ആയില്ലേ, കാശ് വല്ലതും ഉണ്ടോ കയ്യിൽ, വല്ല ചോദ്യം ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. വയസ്സാങ്കാലത്ത് വരെ യൂസഫിൻ്റെ ജോലി എന്തായിരുന്നു? മരപ്പണിയായിരുന്നു. ഒരു വൃദ്ധൻ മരപ്പണിയെടുത്ത് ജീവിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? അയാൾ സമ്പന്നനല്ല അല്ലേ? സമ്പന്നനാണെങ്കിൽ വാർദ്ധക്യത്തിൽ പണിക്കൊണ്ടോ വല്ല ആവശ്യമുണ്ടോ? അയാൾ സമ്പന്നനല്ല. ഇനി നിങ്ങൾ ഒന്നോടെ ചിന്തിച്ച് നോക്കൂ. ഈ യൂസഫിൻ്റെയും മറിയത്തിൻ്റെയും കയ്യിലേക്കാണ് ദൈവം യേശുവിനെ കൊടുത്തത്. യേശു ജനിച്ചു കഴിഞ്ഞ പിന്നെ യൂസഫിന് പണിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടോ? ഒന്ന് പറ. പണിക്ക് പോകുന്നതിന് കിടന്നുറങ്ങാൻ പോലും സമയം കിട്ടിയിട്ടില്ല. കൊച്ചുണ്ടായതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇതിനെടുത്തുകൊണ്ട് നെട്ടോട്ട് ഓടുകയാണ്. ഹെറോദാവ് കൊല്ലാൻ വരുന്നു, അതിൻ്റെ മകൻ കൊല്ലാൻ വരുന്നു, മിസ്രൈമിലേക്ക് ഓടുന്നു, നസറത്തിലേക്ക് ഓടുന്നു. ഈ അപ്പനും അമ്മയ്ക്ക് ഈ കൊച്ചു വല്ല സമാധാനം കൊടുത്തിട്ടുണ്ടോ? ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് ഓട്ടം തന്നെയാണ്, ഓട്ടം. പിന്നെ എങ്ങനെ പണിക്ക് പോകാനാണ്? കാശില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. പ്രസവ സമയത്ത് സത്രത്തിൽ പോലും ഇടം കിട്ടിയില്ല. ഒരു മുറി എടുക്കാനുള്ള കാശ് പോലും നിങ്ങളുടെ കയ്യിലില്ല. ഇത്ര വലിയ ദാരിദ്ര്യത്തിലാണ് കുടുംബം. ആ കുടുംബത്തിലേക്ക് യേശു ജനിക്കാൻ പോകുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, പിന്നെ ഇവരുടെ ദൈനംദിന ജീവിതം എങ്ങനെ നടന്നു? നമ്മൾ വലിയ സുവിശേഷം പറഞ്ഞ പോലല്ലോ, ഇതിൻ്റെ ഒരു പ്രായോഗിക വശമുണ്ടല്ലോ, അതെങ്ങനെ നടന്നു? ചിന്തിച്ച് നോക്കി. യോസേഫ് പണിക്ക് പോയിട്ടില്ല. മറിയത്തിന് സ്ത്രീധനം വല്ലതും കിട്ടിയതായിട്ട് ബൈബിളിൽ പറയുന്നുണ്ടോ? ഒന്നും കിട്ടിയിട്ടുമില്ല. പിന്നെ ഇതുങ്ങളുടെ ദൈനംദിന കാര്യം എങ്ങനെ നടന്നു? ഇനി ഇവർ കഴിച്ചില്ലെങ്കിൽ യേശുക്രിസ്തുവിന് സമയാസമയം ഭക്ഷണം കൊടുക്കണ്ടേ? ദൈവപുത്രനല്ലേ, അതിനെന്തെങ്കിലും കഞ്ഞിയും വെള്ളം കൊടുക്കണ്ടേ? ഇതിന് എങ്ങനെ സാമ്പത്തികം ഉണ്ടായി? ദൈവം കരുതും. ക്രിസ്തു അവരുടെ കുടുംബത്തിൽ ജനിച്ചപ്പോൾ, യോസേഫും മറിയവും പുൽക്കൂട്ടിലായിരുന്നപ്പോൾ, സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവം ഭൂമിയിലെ രാജാക്കന്മാരുടെ കലവറകളോട് കൽപ്പന പുറപ്പെടുവിച്ചു. പൊന്നും മൂരും കുന്തിരിക്കവും അവരുടെ നിലവറകളിൽ നിന്ന് പൊങ്ങട്ടെ. ക്രിസ്തുവിൻ്റെ മുമ്പിൽ അത് കാഴ്ചയർപ്പണമായി മാറി. വല്ലതും മനസ്സിലായോ? പൊന്നും മൂരും കുന്തിരിക്കവും ക്രിസ്തു ജനിച്ച കുടുംബത്തിൽ കാഴ്ചവെക്കപ്പെട്ടു. കാഴ്ചവെച്ച സാധനം പിന്നെ തിരിച്ചു കൊടുക്കണോ? നിന്നെ ദൈവം കരുതും, നിന്നെ ദൈവം കരുതും. 127 സങ്കീർത്തനം 1-2 വചനം.
ഇതാ യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ നിന്റെ അധ്വാനം വെറുതെ. യഹോവ നഗരം കാക്കുന്നില്ലെങ്കിൽ നിന്റെ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥം. അടുത്തത് ശ്രദ്ധിക്കണം. നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുന്നതും അതെ, നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും. അടുത്തത്, കഠിന പ്രയത്നം ചെയ്ത് ഉപജീവനം നയിക്കാൻ ശ്രമിക്കുന്നതും വ്യർത്ഥമാണ്. അടുത്ത വചനം, തൻ്റെ പ്രിയപ്പെട്ടവൻ ഉറങ്ങുമ്പോൾ. ആരുറങ്ങുമ്പോൾ? എല്ലാവരും ഉറങ്ങിയാൽ കിട്ടൂല, നമ്മൾ ഉറങ്ങിയാൽ കിട്ടണമെന്നില്ല. തൻ്റെ പ്രിയപ്പെട്ടവൻ ഉറങ്ങുമ്പോൾ അവന് വേണ്ടത് അവിടെ നിന്ന് കൊടുക്കും. എന്താ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ? പതുപ്പും പതിച്ച് കിടന്ന് ഉറങ്ങുന്നതിൻ്റെ പേരല്ലത്. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ നിൻ്റെ ഇന്ദ്രിയങ്ങൾ അറിയാതിരിക്കുന്ന നിമിഷം, നിൻ്റെ ശരീരവും നിൻ്റെ കോശങ്ങളും നിൻ്റെ ആരോഗ്യവും നീ പോലും അറിയാതെ വിശ്രമിക്കുമ്പോൾ ദൈവാനുഗ്രഹം നിൻ്റെ മേൽ വന്നു വീഴും. നീ ദൈവത്തിന് പ്രിയപ്പെട്ടവനായി നിന്ന് നോക്കുക, നിൻ്റെ മേൽ അനുഗ്രഹം വരാൻ തുടങ്ങും. Somebody